അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ കുക്കിംഗ് ഒന്ന് കാണാം. എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക. ചിരങ്ങൊക്കെ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. രണ്ടിലും ചിരങ്ങക്കാണ് ചെയ്യുന്നത്. ചട്ടി അതിലും വെളിച്ചെണ്ണ ഒഴിച്ചു. രണ്ടിലും കടുകിടുകയാണ്. വെണ്ടക്ക വെക്കാനാണ് വെച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ട് തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാം. ചിരങ്ങയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ചിരങ്ങിട്ട് പാകത്തിന് ഉപ്പിട്ട് അതൊക്കെ മൂടി വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് വേവാൻ വേണ്ടി കുറേ സമയം വേവും. പിന്നെ തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വാടി കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കിട്ടൊന്ന് നല്ല വാടിയിട്ട് മുളകും പുളിയും കലക്കി ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായാലും കൊണ്ടുവച്ച് തിന്നാൻ മതി. വെണ്ടക്ക ഇതിലേക്ക് കൊടുക്കണം. അടിപൊളി വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. വെണ്ടക്ക ഇവിടെ റെഡി ആയിരിക്കണം. ഇനി കറിയിലിട്ട് കൊടുത്താൽ മതി. വെണ്ടക്ക മുളകും പുളി ആദ്യം തിളപ്പിച്ചാണ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ചോറ് ഇത് അവിടെ ഊറ്റി വെച്ചേക്കണം. ചോറായിക്കണം. കറികളൊക്കെ ആയാൽ മതി. ചെമ്മീൻ പൊടി ഒന്ന് ചൂടാക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് മുളകൊന്ന് അതിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് ചട്ടിനി ഉണ്ടാക്കണം. ഇങ്ങനെ വെച്ചെടുക്കാം. ചട്ടിയിൽ തന്നെ വെച്ച് എല്ലാവരും ചട്ടിയിൽ തന്നെ ഇങ്ങനെ ആക്കാൻ വെറുതെ കുറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടൊന്ന് മുളക് പൊടിച്ചെടുക്കാം. മുളക് വറ്റൽമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ലേശം ഉപ്പിട്ട് ആ ചെമ്മീൻ പൊടി റോസ്റ്റ് ചെയ്ത് അതും കൂടെ ഇട്ട് അങ്ങനെ നമ്മളെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറ് തിന്നാട്ട് മതി. അങ്ങനെ നമ്മൾ ചീരയും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ചീര ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, ഉള്ളി, മഞ്ഞൾ, ഉപ്പ് ഒക്കെ പാടൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തതാണ്. ഇതിലിട്ട് വെച്ചെടുക്കാം. നമ്മൾ ചീര അതിലിട്ട് നല്ല ഇറക്കി വന്ന് വാടി കഴിച്ച് വെച്ചത് പത്രം ഇതുണ്ട് നിറയെ നിൽക്കുകയാണ്. ഒന്ന്
ചോറും കറിയൊക്കെ റെഡിയായി. ചോറ്, പിന്നെ ചീരപ്പേരി, ചരങ്ങ താളിച്ചത്, വെണ്ടക്ക മുളിട്ടത്, കൊണ്ടാട്ടം പൊരിച്ചത്, മീൻ പൊരിച്ചത്, ചെമ്മീൻ പൊടി മുളകും കൂടെ കൂട്ടി പൊടിച്ചതാണ്.